നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മെയ്ദിന സന്ദേശം നമുക്കിങ്ങനെ കോരിത്തരിപ്പുണ്ടാക്കുന്ന, അറിയാലോ, പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് തൊഴിലാളി വർഗത്തിന്റെ രക്ഷകനാണ്. പാവപ്പെട്ട നമ്മുടെ ആശാവർക്കർമാര് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ 256 ദിവസം പൊരിവെയിലത്ത് പെരുമഴയത്ത് സമരം ചെയ്തിട്ടും കണ്ണു തുറക്കാത്ത, അവർക്കൊരു 100 രൂപ തന്നെയെങ്കിലും ഞങ്ങൾക്ക് കൂട്ടിത്തരുവോ എന്ന് പറഞ്ഞിട്ട് കനിയാത്ത തൊഴിലാളികളുടെ സംരക്ഷകൻ പിണറായി മെയ് 1 തൊഴിലാളികൾക്കുള്ള സന്ദേശമാണ്. അത് വായിച്ച് നമുക്ക് ഇത്തിരി നേരം കോൾമയർ കൊള്ളാം കേട്ടോ. അതിൻ്റെ താഴെ എത്രയാണ്, ആയിരക്കണക്കിന് കമന്റുകളുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഉണ്ടല്ലോ 4-ാം തീയതി വരെ കാത്തു നിൽക്കില്ല. 4-ാം തീയതി യാത്രയയപ്പ് വരെ കാത്തു നിൽക്കില്ല. മിക്കവാറും ഇന്നത്തോടെ തന്നെ കക്ഷി തലയിൽ മുണ്ടൂട്ടിട്ട് നേരെ മകന്റെ അടുത്തേക്ക് ഫ്ലൈറ്റ് കയറും. നമുക്ക് ഏതായാലും സന്ദേശം ഇങ്ങനെയാണ്. ഇന്ന് മെയ് ദിനമാണ്. മുതലാളിത്തത്തിന്റെ അന്ധമായ ലാഭക്കുതിക്കും ചൂഷണ മനോഭാവത്തിനുമെതിരെ പ്രതികരിച്ചുകൊണ്ടാണ് ചിക്കാഗോയിലെ തൊഴിലാളികൾ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടി സംഘടിച്ചത്. 8 മണിക്കൂർ പ്രവൃത്തി സമയത്തിനു വേണ്ടി ചിക്കാഗോയിൽ നടന്ന ഐതിഹാസിക പണിമുടക്കിൽ 8 ലക്ഷം പേരായിരുന്നു പങ്കെടുത്തത്. പ്രക്ഷോഭത്തെ ചോരയിൽ മുക്കാനും തൊഴിലാളി നേതാക്കളെ കുറ്റവിചാരണ ചെയ്തുകൊണ്ട് കൊലപ്പെടുത്താനുമാണ് മുതലാളിത്ത ഭരണകൂടം ശ്രമിച്ചത്. എന്നാൽ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ വീര്യം ചോർന്നു പോകാൻ ഈ അടിച്ചമർത്തൽ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. അവിടുത്തെ അടിച്ചമർത്തലുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ ആശാവർക്കർമാർ സമരം ചെയ്തപ്പം അർദ്ധരാത്രി കോരിച്ചൊരിയുന്ന മഴയത്ത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തപ്പോൾ ഒരു ടാർപോളിൻ ഷീറ്റിന്റെ അടിയിലാണ് ഇവരൊക്കെ ഇങ്ങനെ തണുത്ത് വരങ്ങലിച്ച് നിൽക്കുന്നത്. അപ്പോഴാണ് പിണറായി വിജയൻ പോലീസുകാരെ പറഞ്ഞയച്ചത്. ആ ടാർപോളിൻ ഷീറ്റ് വലിച്ചു മാറ്റി കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മഴ കൊണ്ടോളൂ, മഴ കൊണ്ടിട്ടൊക്കെ സമരം ചെയ്യ് എന്ന് പറഞ്ഞാൽ ഈ ടാർപോളിൻ ഷീറ്റ് ഇവിടെ ഇങ്ങനെ കെട്ടാൻ പാടില്ല, അത് കാരണഭൂതത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ല. ഇതൊക്കെയാണ് പിണറായി വിജയന്റെ തൊഴിലാളി വർഗ സ്നേഹട്ടോ. എന്നിട്ട് ഉടുപ്പുമാനില്ലാതെ പറയാണല്ലോ, സംഘടിത തൊഴിലാളി വർഗത്തിന്റെ വിപ്ലവ വീര്യം ചോർന്നു പോകാൻ ഈ അടിച്ചമർത്തൽ കൊണ്ടൊന്നും കഴിഞ്ഞില്ല. അപ്പൊ പിണറായി വിജയന്റെ ഒരടിച്ചമർത്തൽ കൊണ്ടും ആശാവർക്കർമാരുടെ വിപ്ലവ വീര്യം ചോർന്നു പോയില്ല എന്ന് നമ്മൾ കാണേണ്ടതാണ് കേട്ടോ. ഇത്തവണ ഏറ്റവും നാണം കെട്ട തോൽവി CPM ഏറ്റുവാങ്ങുമ്പോൾ അതിനൊരു പ്രധാന കാരണം ആശാവർക്കർമാരോട് കണ്ണിൽ ചോരയില്ല, എന്തൊക്കെയാ വിളിച്ചത്, കൃമികീടങ്ങൾ അല്ലെ, രോഗം പരത്തുന്ന സാംക്രമിക രോഗാണുക്കൾ എന്നൊക്കെയാണ് ഈ സഖാക്കള് ഇവരെ വിളിച്ചത്. മാത്രമല്ല ഇവര് എളമരം പടുമരം എന്തൊക്കെയാ പറഞ്ഞത്, ഇത് രാജ്യത്തിന്റെ നമ്മളെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈർക്കിൾ പാർട്ടികളാണ്. പാട്ടകുലിക്കികൾ മറ്റൊരു ബക്കറ്റാണല്ലോ, ബക്കറ്റ് പിരിവുകാരാണ്. ഇത് നിങ്ങൾ പാട്ടകുലിക്കികളാണ്. SUC ഐക്കാരെയൊക്കെ അധിക്ഷേപിക്കുകയാണ്. പിന്നെ സുരേഷ് ഗോപിന്റെ ഉമ്മ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ്. ഇങ്ങനെ അപഹസിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ഇന്നോളം ഒരു തൊഴിലാളികളുടെ നേർക്ക് ഇത്രയും അവഗണന കാട്ടിയ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി വേറെ ഉണ്ടാവില്ല. എന്നിട്ടാണ് ഉളുപ്പമാനില്ലാതെ മെയ് 1 സന്ദേശം. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നവലിബറൽ നയങ്ങൾ ഇന്ത്യയെ ഗ്രസിക്കുന്നൊരു കഥോ. ഇന്ത്യയിലെ കാര്യമാണ്, കേരളത്തിലെ കാര്യം മൂപ്പര്. കേരളത്തിൽ ഭയങ്കര തൊഴിലാളി സ്നേഹമാണല്ലോ അത്രേ. എന്നിട്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയിലെ തൊഴിൽ മേഖലകളിൽ നിന്ന് ഉയരുന്ന പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ ഏറെ പ്രതീക്ഷാ നിർഭരമാണ്. രാജ്യത്തിന്റെ ഇതിലെ ഏറ്റവും വലിയ രസം, നമ്മുടെ പടുമരം കരിയും ഇവിടെ പോയിട്ട് ഉത്തരാഖണ്ഡ് പോയിട്ട് അവിടെ വീഗാർഡിന്റെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു അത്രേ. അത് പൂട്ടിക്കാൻ വയ്ക്കുക. അതായത് ഇവിടുത്തെ ഫാക്ടറികൾ മുഴുവൻ പൂട്ടിച്ച് അവസാനം കിറ്റക്സിന്റെ സാബുവും ജേക്കബിനും ഇവിടുന്ന് തെലങ്കാനയിലേക്ക് ഓടിപ്പിച്ച്, തെലങ്കാനയിലാണ് അവിടെ 10-25 ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തൊഴിൽശാല തെലങ്കാനയിലുണ്ടാക്കി. ഇവിടുന്ന് ഓടിപ്പിച്ച് വിട്ടതാണ്. നിങ്ങളൊന്നും ഇവിടെ വേണ്ട, കാരണം ഇവിടെ തൊഴിലൊന്നും വേണ്ട, ഇവിടെ ഞങ്ങൾക്ക് സിന്ദാബാദ് വിളിക്കണം, ഞങ്ങൾക്ക് പൂട്ടണം. അങ്ങനെ പൂട്ടിപ്പിച്ച് ഇപ്പം പൂട്ടിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് എവിടെയാണെന്നറിയോ? അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെയൊക്കെ പൂട്ടിച്ചു കഴിഞ്ഞ്, ഇവിടുത്തെ വ്യവസായശാലകളൊക്കെ പൂട്ടിച്ചു കഴിഞ്ഞ് ഇനി അവസാനം ബാക്കിയുള്ളത് കുറച്ച് സഖാക്കന്മാരുടെ വ്യവസായശാലകളാണ്. അത് പൂട്ടിക്കാൻ പോകുന്നില്ല. പിന്നെ യൂസഫ് അലിയുടെ ഈ വലിയ മാളുകളൊക്കെയാണ്. അവിടെ ഒന്നും സമരം ചെയ്യാനൊന്നും പാടില്ല. അതിന് പകരം പോകുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലേക്ക്. അവിടെ വീഗാർഡിന്റെ ഷോറൂം പൂട്ടിക്കലാണ് ഇപ്പം പടുമരത്തിന്റെ പ്രധാനപ്പെട്ട പണി. അതിനു വേണ്ടിയിട്ടാണ് 4-5 ആൾക്കാരെയും കൊണ്ട് പോയത്. അവിടെ കുത്തിരിപ്പ് സമരം തുടങ്ങിയെന്നാണ് കേട്ടത് കേട്ടോ.
അങ്ങനെയൊക്കെയാണ് സഖാക്കന്മാർ. അപ്പോഴാണ് മൂത്ത സഖാവ് പറയുന്നത് കൂടുതൽ സംഘടിതരാവാനാണ് ഈ തൊഴിലാളി ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൂടുതൽ സംഘടിതരാവണം നമ്മൾ എന്നാ പറയുന്നത്. വിഭാഗീയ ചിന്തകൾക്ക് അതീതമായ തൊഴിലാളി വർഗബോധം ഉയർത്തിപ്പിടിച്ച് കൂടുതൽ കരുത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോകാൻ മേദിന സ്മരണ നമുക്ക് കരുത്താകും. പിണറായി വിജയൻ തൊഴിലാളി സ്നേഹം പറയുന്നു പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ പരിഹാസം വേറെ ഉണ്ടോ? ഇയാള് നവകേരള സദസ്സൊക്കെ നടത്തിയപ്പോൾ പൗരപ്രമുഖർ എന്ന് പറഞ്ഞ് വിളിച്ചത് ഇവിടുത്തെ മുഴുവൻ പൈസക്കാരെയും പിന്നെ വലിയ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ചത് ഒരു തൊഴിലാളിയെയും ആ പരിസരത്തേക്കൊന്നും പിന്നെ പേരിന് പിന്നെ എന്താ പറയാ ഇങ്ങനെ വിളിച്ചില്ലല്ലോ എന്നുള്ള പേരിന് അന്തംഗമികളായ കുറച്ച് ആൾക്കാരെ വിളിച്ച് അതല്ലാതെ യഥാർത്ഥ ഇവിടെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യരെയും വിളിക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുതലാളി നേതാവാണ് അല്ലേ? മുതലാളിത്തത്തിന്റെ പ്രതീകമാണ്, ഫാസിസത്തിന്റെ പ്രതീകമാണ്. എന്നിട്ട് പറയും തൊഴിലാളി. അതാണ് മെയ്ഡേക്ക്. എല്ലാവർക്കും സാർവദേശീയ തൊഴിലാളി ദിനാശംസകൾ എന്നൊക്കെയാണ് പറയുന്നത്. അതിന്റെ അടിയിൽ ഞാൻ കുറച്ച് കമന്റുകൾ വായിക്കട്ടോ, രസമാണ്. സുരേഷ് കുമാർ പറഞ്ഞു, ശരി മുതലാളി. പിണറായി വിജയനെ അഭിസംബോധന ചെയ്യാൻ പറ്റാവുന്ന പേരെന്താണ്? മുതലാളി. ശരി മുതലാളി. താങ്കളൊക്കെ ഇപ്പോൾ തൊഴിലാളികളെ തീർത്തും അവഗണിച്ച് മുതലാളിത്തത്തിനൊപ്പമാണ് എന്ന് പറയാതെ വയ്യ സഖാവേ. ഒരന്തംഗമ്മി ഗതിയില്ലാതെ പറയാണ്, താങ്കളൊക്കെ ഇപ്പോൾ തൊഴിലാളികളെ തീർത്തും അവഗണിച്ച് മുതലാളിത്തത്തിനൊപ്പമാണെന്ന് പറയാതെ വയ്യ സഖാവേ. വേറെ എന്താ പറയാ, മഹാനായ പിണറായി ദൈവത്തിന്റെ ഉത്തരവ് പ്രകാരം 2018 മെയ് 1 മുതൽ കേരളത്തിൽ നോക്കുകൂലി നിരോധിച്ചു. അത് വാങ്ങുന്നത് ക്രിമിനൽ കുറ്റമാക്കി. പക്ഷേ നോക്കുകൂലി വാങ്ങുന്നവർ മാത്രം അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നോക്കുകൂലി ഉണ്ട്. കാരണം കേരളത്തിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, തൊഴിലെടുക്കാതെ പൈസ വേണം. അതാണ് തൊഴിലാളികൾ, കേരളത്തിലെ തൊഴിലാളികൾ എന്ന് പറയുന്നത്. മറ്റൊരാൾ പറയുന്നത്, ടാറ്റ ബൈ ബൈ സഖാവേ, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നറിയാം. ഏതായാലും ഇനിയൊരു തിരിച്ചുവരവൊന്നും ഉണ്ടാവില്ല എന്നറിയാം, അതുകൊണ്ട് ബൈ ബൈ പറയാണ്. എന്ന് പെൻഷൻ കാശിന് മുതലാളിയായ മകളുടെ അപ്പൻ, അതായത് ഭാര്യയുടെ പെൻഷൻ കാശ് എടുത്തിട്ടാണല്ലോ മോക്ക് IT കമ്പനി തുടങ്ങിയത്. ഇതൊക്കെ എളുപ്പമാനില്ലാതെ നിയമസഭയിൽ പറയുന്നതാണ്. എന്റെ ഭാര്യയുടെ പെൻഷൻ കാശ് എടുത്തിട്ടാണ് IT കമ്പനി മോള് തുടങ്ങിയത്. IT കമ്പനി മോള് കേരളത്തിലല്ല തുടങ്ങിയത്, ബാംഗ്ലൂരാണ് തുടങ്ങിയത്. അപ്പൊ അവിടെ തുടങ്ങിയത് പെൻഷൻ കാശ് എടുത്തിട്ടാണ് എന്ന് പറയുന്ന പച്ചക്കള്ളം പറയുന്ന ഉളുപ്പില്ലാത്ത വിജയൻ IT കമ്പനി തുടങ്ങിയിട്ട് ആ കേസ് നിൽക്കുകയാണ്. മിക്കവാറും ഈ ഭരണം പോയാൽ പിണറായി വിജയനും മോനും മോളും ഒക്കെ അഴിക്കുള്ളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി കേരളത്തിലെ ഒട്ടുമിക്ക വൻകിട സ്ഥാപനങ്ങളും സാധാരണ തൊഴിലാളിക്ക് കൊടുക്കുന്നത് 12,000 അല്ലെങ്കിൽ 15,000 രൂപയാണ്. അതുകൊണ്ട് എങ്ങനെയാണ് കേരളത്തിൽ ജീവിക്കാൻ കഴിയുക? തങ്ങൾക്ക് കുറച്ചെങ്കിലും തൊഴിലാളി സ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ, തങ്ങൾ 10 വർഷം ഇരുന്ന കസേരയോട് കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ മാറ്റം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. ഒന്നും തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്യാതെ തൊഴിലാളി ക്ഷേമനിധിയിലെ ഫണ്ട് പോലും വകമാറ്റി ചെലവാക്കി എന്നിട്ട് ഫേസ്ബുക്കിൽ തൊഴിലാളി ആശംസകൾ നേരുന്നു. സമ്മതിക്കണം സഖാവേന്ന്. അതായത് ഈ ക്ഷേമനിധി, കെട്ടിട തൊഴിലാളി ക്ഷേമനിധി എന്നൊക്കെ ഫണ്ട് വകമാറ്റിട്ടെ 24 മാസത്തെ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയാണ്. ഇതാണ് പിണറായി വിജയന്റെ തൊഴിലാളി വർഗ സ്നേഹം. പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രകടന പത്രികയിൽ 2026 2021 പ്രകടന പത്രികയിലാണ് പറഞ്ഞത് ഈ അസംഘടിത തൊഴിലാളികൾക്ക് ഒക്കെ ഈ മിനിമം കൂലി 700 രൂപ എന്ന് പറയുന്ന മിനിമം കൂലി ഉറപ്പാക്കുന്നത്. അങ്ങനെയാണ് ആശാ വർക്കർമാർ സമരം ചെയ്തത്. 700 രൂപ എന്ന രീതിയിൽ 21,000 രൂപ അവർക്ക് ഈ അലവൻസ് കിട്ടണമെന്ന്. അതാണ് ഒരു 10 പൈസ പോലും നമ്മൾ കൂട്ടിത്തരില്ല എന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞു. പിന്നെ അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയപ്പം 1,000 രൂപ കൂട്ടിക്കൊടുത്തു. ഈ ബഡ്ജറ്റിലും 1,000 രൂപ കൂട്ടിക്കൊടുത്തു. അതാണ് ആകെ കൂട്ടിക്കൊടുത്തത്. 7,000 എന്നുള്ളത് 9,000 രൂപയാക്കി. അല്ലാതെ 21 കൊടുക്കില്ല. കാരണം പിണറായിക്ക് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ അലർജിയാണ്. എന്നിട്ട് മെയ് 1 വന്നിട്ട് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുള്ളൂ. ഉപ്പില്ലാത്ത മനുഷ്യൻ. മെയ് ദിനത്തെക്കുറിച്ച് കുറിപ്പ് കണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, താങ്കൾ രാജാവായി ഇരുന്ന ഈ അവസാനം 5 വർഷം താങ്കളെ കാണാൻ 1.5 വർഷം കയറി ഇറങ്ങി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പക്ഷേ മുഖം കാണിച്ചില്ല. തൊഴിൽ തേടി വന്നതാണ്. PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ആദ്യത്തെ 10 റാങ്കിൽപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയില്ല. ഫലമോ PSC റാങ്ക് ലിസ്റ്റിൽ വന്നതുകൊണ്ട് മാത്രം ഞങ്ങളിൽ പലരുടെയും വീടിന്റെ ആധാരം ബാങ്കിൽ പണയത്തിലാണ്. വക്കീലിന് ലക്ഷങ്ങൾ കൊടുക്കാൻ വേണ്ടി ഇതിന് സാഹചര്യം ഒരുക്കിയ ഭരണത്തിന്റെ നേതാവ് തന്നെ മെയ്ദിന ആശംസകൾ നേരണം. എന്തൊരു വിരോധാഭാസം! കാരണം ഈ തൊഴിൽ ലഭിക്കാത്ത PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട 1ാം റാങ്ക് PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് കിട്ടിയ ആൾക്കാർക്ക് പോലും തൊഴിൽ കൊടുത്തില്ല പിണറായി. പകരം ഉള്ള അന്തംഗമികളെ മുഴുവനും പിൻവാതിൽ വഴി കയറ്റി. ഏതായാലും
എല്ലാ കാലത്തും ഇങ്ങനെ കട്ടുപിടിക്കാനും തോന്നിയാസം കളിക്കാനും പറ്റില്ലല്ലോ അല്ലേ. അതാണ് 4-ാം തീയതി, ഈ 4-ാം തീയതി മാറാൻ പോകുന്നത്. പിണറായി വിജയൻ എന്ന മുതലാളിക്കെതിരെ അടിമകൾ പോരാടേണ്ട ദിനം. അപ്പോൾ മെയ് ദിനം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന മുതലാളിക്കെതിരെ അടിമകൾ പോരാടേണ്ട ദിനം എന്ന് തൊഴിലാളി പാർട്ടിയുടെ ഒരേ ഒരു മുതലാളി, തൊഴിലാളി പാർട്ടിയുടെ ഒരേ ഒരു മുതലാളി, അതൊരു ബഹുമതിയാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ തൊഴിലാളി പാർട്ടിയുടെ ഒരേ ഒരു മുതലാളി, ഒരല്ല 2 മുതലാളിമാരുണ്ട്. അമ്മായിയച്ഛൻ മുതലാളിയും മരോം മുതലാളി. ഒരു രസം എന്താണെന്നറിയോ, ഈ ഒരു കമന്റിന് ഇത് പിണറായി വിജയന്റെ FB പോസ്റ്റാണ്, FB പേജാണ്. പിണറായി വിജയന്റെ FB പേജിൽ ഞാനിങ്ങനെ ഓരോ ഈ കമന്റ്സ് ഇങ്ങനെ വായിച്ചു, ഒരു കമന്റ് പോലും അനുകൂലമായ കമന്റ് ഇല്ലട്ടോ. ആഹാ, ഈ പോസ്റ്റ്മാൻ തന്നെ ഒരു മുതലാളിയാണ്, മകളും മകനും മുതലാളിമാർ. പിണറായി വിജയനെ അഭിസംബോധന ചെയ്താണ് പോസ്റ്റ്മാൻ. ഈ പോസ്റ്റ്മാൻ തന്നെ ഒരു മുതലാളിയാണ്, മകളും മകനും മുതലാളിമാർ. പാർട്ടിക്കാണെങ്കിൽ ബന്ധങ്ങളെല്ലാം മുതലാളിമാരുമായിട്ടാണ്, എന്നിട്ടും തള്ളിന് ഒരു കുറവുമില്ല. മറ്റൊരാൾ എഴുതുന്നു, കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയായ അങ്ങ് കോർപ്പറേറ്റ് കമ്പനികൾക്കെതിരെ തൊഴിലാളികൾക്ക് അനുകൂലമായി എന്ത് നടപടികളാണ് താങ്കളോ താങ്കൾ അഭിസംബോധന ചെയ്യുന്ന സർക്കാരോ സ്വീകരിച്ചിട്ടുള്ളത്? FBAയിൽ PR വർക്കുകാർ നൽകുന്ന ഒരു പോസ്റ്റ് PA മാരെ കൊണ്ട് പോസ്റ്റ് ചെയ്താൽ മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനം ആവില്ല സാർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള വിരോധം കൊണ്ടല്ല അണികൾ വോട്ട് മാറിക്കുത്തുന്നത്, അങ്ങയോട് മാത്രമുള്ള വ്യക്തി വിരോധം കൊണ്ട് മാത്രമാണ്. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതാണ്, യഥാർത്ഥത്തിൽ ഇത്തവണ താങ്കൾക്ക് 3ാം ഭരണം കിട്ടാത്തതിനുള്ള പ്രധാനമല്ല ഏക കാരണം താങ്കൾ തന്നെയാണെന്ന് മനസ്സിലാക്കിയത് നന്നിട്ട്. താങ്കളും മരുവനും നിങ്ങൾ 2 കൂട്ടരുമാണ്. നിങ്ങളുടെ 2 കൂട്ടരുടെ തോന്നിയാസം, അഴിമതി, നിങ്ങളുടെ ധാർഷ്ട്യം, അഹങ്കാരം, വിവരമില്ലായ്മ, ഇതൊക്കെ കൊണ്ടാണ് ഈ പാർട്ടി CPM എന്ന് പറയുന്ന മഹത്തായ പാർട്ടി തോൽക്കാൻ കാരണം നിങ്ങളാണ്, നിങ്ങളുടെ മരുവനാണ്. ഓർത്തോ. അങ്ങയുടെ കാലശേഷം പ്രളയം എന്ന് കരുതുന്ന അങ്ങയുടെ സ്വച്ഛാധിപത്യത്തിനുള്ള അന്തിമ നാളുകളാണ്. ബൂർഷ്വാ രാഷ്ട്രങ്ങളെ കുറ്റം പറഞ്ഞ് അമേരിക്കയിൽ സുഖജീവിതത്തിന് പ്ലാൻ ചെയ്യുന്ന അങ്ങേക്ക് വിപ്ലവ അഭിവാദ്യങ്ങൾ. നേരെ അമേരിക്കയിലേക്കല്ലേ പോവുക അല്ലേ? ഇവിടെ നമ്പർ 1 ആരോഗ്യരംഗം നമ്പർ 1 എന്ന് പറയും. പക്ഷെ മൂലക്കുരു ചികിത്സിക്കാൻ അമേരിക്കയിൽ പോകണം, കണ്ണിന് തീവ്രം മാറ്റാൻ ചെന്നൈയിലേക്ക് പോകണം. കേരളം പറ്റില്ല. കാരണം ഈ മൂപ്പർക്കറിയാം, കേരളത്തിൽ ചികിത്സക്ക് പോയാൽ അറ്റ്ലീസ്റ്റ് മിനിമം ഒരു കത്രിക തന്നെങ്കിലും വയറ്റിനുള്ളിൽ കുത്തിത്തിരിക്ക് കയറ്റിയിട്ടാണ് അവിടുന്ന് വിടുക. അതുകൊണ്ട് അല്ലെങ്കിൽ വലങ്കൈ മുറിക്കും. വിനോദിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വലങ്കൈ മുറിച്ചു മാറ്റിയത് അറിയാലോ. അതുകൊണ്ട് പിണറായി വിജയൻ കേരളത്തിൽ പോവില്ല. എന്നിട്ട് മൂപ്പര് പറയും കേരളം നമ്പർ 1 ആണ്. മൂപ്പര് നമ്പർ 1 ഒന്നും പോവില്ല. മൂപ്പര് അമേരിക്കയിൽ നമ്പർ 2 അമേരിക്കയിലും നമ്പർ 3 ചെന്നൈയിലൊക്കെ പോകുള്ളൂ, കേരളത്തിൽ പോവില്ല. ഇതാണ് പിണറായി വിജയന്റെ. പറഞ്ഞു തുടങ്ങിയാലേ തീരില്ല. മെയ് 4 ഞങ്ങളുടെ മെയ് ദിനം, രായാവ് പടിയിറങ്ങുന്ന ദിവസം. ഇതാണ് കലക്കൻ പോസ്റ്റ് കേട്ടോ. ഞങ്ങളുടെ മെയ് ദിനം എന്നാണ് 4-ാം തീയതി, മെയ് 1 മെയ് 4 ഞങ്ങളുടെ മെയ് ദിനം. അന്നാണ് ഞങ്ങളുടെ രായാവ് പടിയിറങ്ങുന്ന ദിവസം. അബ്ദുൾ സലീം ചോദിക്കുന്നു, ആരാണ് മുതലാളി? ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും ഒരുമിച്ച് വന്നാൽ ആർക്കാണ് കൈ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുക? പിണറായിയുടെ ചോദ്യമാണ്. ഒരു തൊഴിലാളിയും ഒരു മുതലാളിയും താങ്കളെ കാണാൻ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? മുതലാളിയെ കെട്ടിപ്പിടിക്കും അല്ലേ? മുതലാളിയെ കെട്ടിപ്പിടിക്കും. തൊഴിലാളിയോട് പറയും മാറി നിൽക്ക് കടക്ക് പുറത്ത്. എന്തെങ്കിലും ചോദിച്ചാൽ തൊഴിലാളി എന്തെങ്കിലും ചോദിച്ചാൽ പറയും വീട്ടിൽ പോയി ചോദിക്ക്. എന്നിട്ട് മുതലാളിമാരെ നിങ്ങൾ അണ്ടിപ്പരിപ്പും പിന്നെ തന്നെ പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് അല്ലേ? നവകേരള സദസ്സ് കണ്ടതല്ലേ? ഇവിടുത്തെ മുതലാളിമാർക്ക് മുഴുവനും പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ്. ആശാവർക്കർമാർക്ക് 10 പൈസ ഇല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മുതലാളിയും ഒരു തൊഴിലാളിയും ഒരുമിച്ച് വന്നാൽ മുൻഗണന ആർക്ക് കൊടുക്കും? PR ടീം ക്യാമറയും പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തൊഴിലാളിക്കായിരിക്കും പ്രഥമ പരിഗണന. ഒരു ക്യാമറയും പിടിച്ച് നിൽക്കുകയാണെങ്കിൽ തൊഴിലാളിയെ പോയിങ്ങാണ്ട് ഒന്ന് എന്ത് ചെയ്യും? കൈയൊന്ന് പിടിക്കും. അത് കഴിഞ്ഞിട്ട് കൈ സോപ്പും വെള്ളം കഴുകും. ഇതാണ് പിണറായി എന്ന് പറയുന്ന. വിശേഷിപ്പിക്കുന്നില്ല ഞാൻ. അടുത്ത കൊല്ലം വീട്ടിലിരുന്ന് ആശംസിക്കാം. അടുത്ത കൊല്ലം മെയ് ദിനം വീട്ടിലിരുന്ന് ആശംസിക്കാന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി പാവം തൊഴിലാളിക്ക് തൊഴിലാളി ദിന ആശംസകൾ അറിയിച്ചിരിക്കുന്നു. അങ്ങനെയാണ് സനിൽകുമാർ എഴുതിയത്. കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി എന്താ സംശയമുണ്ടോ? കേരളത്തിലെ ഏറ്റവും വലിയ മുതലാളി പിണറായി വിജയനും, 2ാം സ്ഥാനം മുഹമ്മദ് റിയാസും. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉള്ളൂ. യൂസഫ് അലിയും രവിപ്പിള്ളയൊക്കെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇയാൾ പറഞ്ഞ അറിയാലോ, ബിജു പ്രഭാകർ ഒരൊറ്റ വർക്കിൽ മാത്രം 65 കോടിയാണ് റിയാസ് വക മാറ്റിയത്. പിന്നെ മൊത്തം ഈ 5 കൊല്ലത്തെ ഊറ്റൽ എത്രയായിരിക്കുന്നത്? നിങ്ങളൊക്കെ ഇപ്പോൾ തൊഴിലാളികളെ മറന്ന് മുതലാളിമാർക്കൊപ്പമാണ്, മജീദ് പറയുന്നു. മായാജി പ്രസാദ് പറയുന്നു, മുതലാളിക്ക് തൊഴിലാളികൾ എന്താണെന്ന് വല്ലതും അറിയോ? CPM-നോളം വലിയ ബൂർഷ്വാ പാർട്ടി ഇന്ത്യയിൽ വേറെയില്ല. തൊഴിലാളികളെ ചൂഷണം ചെയ്ത് എന്തിന് കുടുംബശ്രീയിലെ പെണ്ണുങ്ങളെ തൊഴിലുറപ്പുകാരെ വരെ ഭീഷണിപ്പെടുത്തി ജീവിക്കുന്ന കുറെ എണ്ണങ്ങൾ.
ഭാസ്കർ പ്രമോദ് പറയുന്നു, താങ്കൾ പൗരപ്രമുഖരുടെ അതായത് മുതലാളിമാരുടെ ആളല്ലേ, പാവങ്ങളും തൊഴിലാളികളുമായി താങ്കൾക്ക് എന്തു ബന്ധം? എന്തായാലും ബൈ ബൈ പിണറായി. എല്ലാവരും ബൈ ബൈ പിണറായിക്ക് പറയാനുണ്ട്. ബൈ ബൈ പിണറായി, പിണറായി ബൈ ബൈ. ഷൺമുഖൻ പറയുന്നു, കേരളത്തിൽ 10 വർഷം കൊണ്ട് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും സമ്പന്നരായി എന്ന് ഒരു CPM പാവം തൊഴിലാളി. ബിജു ജോൺ ചോദിക്കുന്നു, ഇത് ആരാണ് എഴുതി തന്നത്? പിണറായിക്ക് FB പോസ്റ്റ്? എന്തായാലും പിണറായി അല്ലല്ലോ FB പോസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് സതീശൻ ഡിബേറ്റിന് വിളിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സംവാദമാകാം. പൊതുവേദിയിൽ സംവാദത്തിന് ഞാനില്ല. കാരണം VD സതീശനോട് സംവാദം നടത്തി കഴിഞ്ഞാൽ പിണറായിക്ക് അറിയാം. കാരണം പിണറായിക്ക് എഴുതി കൊടുത്ത് വായിക്കല്ലേ ചെയ്യുക. എഴുതി കൊടുത്ത് വായിക്കാനേ മുമ്പൊക്കെ അറിയുള്ളൂ. അത് അത്യാവശ്യം അറിയട്ടോ, തെറ്റുകൂടാതെ അതിങ്ങനെ നിർത്തി താളബോധത്തോടെ വായിക്കാൻ അറിയാം. പക്ഷേ സംവാദത്തിന് ചോദിച്ചാൽ കടക്കുപുറത്ത് മാറി നിൽക്ക്, വീട്ടിൽ പോയി ചോദിക്കുക. ഏതായാലും ഒരുപാട് കമന്റുകളാണ്. ഇത് ഒരു 4-ാം തീയതി വരെ വായിക്കാനുണ്ട്. 4-ാം തീയതി വരെ വായിക്കാനുണ്ട്. വേറെ പണിയില്ലാത്ത ആൾക്കാർക്ക് ഒരു 4-ാം തീയതി വരെ ഇതിലെ കമന്റുകളൊക്കെ ഇങ്ങനെ വായിക്കട്ടോ. ബഹുരസമാണ്. ഏതായാലും പിണറായിയുടെ തൊഴിലാളി വർഗ ആശംസകൾ എല്ലാവർക്കും വയറ് നിറഞ്ഞെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതായാലും 2 ദിവസം അല്ലെ 2 ദിവസം കൂടി കഴിഞ്ഞാൽ അങ്ങനെ രാജാവിന് നമുക്ക് മെയ്ദിന ആശംസകൾ കൈമാറാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.